അതെ, എങ്ങോട്ടാണ് ഈ തിടുക്കം? നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തിടുക്കത്തെക്കുറിച്ചാണ്. തിടുക്കത്തിന് ഗുണവുമുണ്ട്, അതോടൊപ്പം തന്നെ ദോഷവുമുണ്ട്. ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം, അതല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഉടനെ ചെയ്തേ പറ്റുള്ളൂ. ഒരാളുടെ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ വളരെ ആക്സിഡന്റ് സംഭവിച്ചു, അവിടെ നിർണായക നിമിഷങ്ങളാണ്, നിമിഷങ്ങൾ പോലും വളരെ വിലപിടിപ്പുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ലാഗ് ചെയ്തിട്ട് കാര്യമില്ല, അവിടെ തീരുമാനങ്ങൾ എടുക്കണം. അദ്ദേഹത്തിന് പ്രഥമ ശുശ്രൂഷ നൽകണമെന്നുണ്ടെങ്കിൽ, ജീവൻ രക്ഷപ്പെടുത്തുന്നതിനുള്ള പ്രഥമ ശുശ്രൂഷ നൽകണം. ഇമ്മീഡിയറ്റ് ആയിട്ട് വൈദ്യസഹായം ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണം. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും, അത് നമ്മളുടെ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനോ അതല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ വഴിത്തിരിവാകുന്നതിന് അത് കാരണമായേക്കാം. അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ട സമയത്ത് നമ്മൾ പെട്ടെന്ന് എടുക്കേണ്ട സമയമാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ തീരുമാനമെടുക്കണം, തിടുക്കം ഉണ്ടാകണം. എന്നാൽ അതോടൊപ്പം തന്നെ തിടുക്കം ചിലപ്പോൾ പണിപാളും. നമ്മുടെ തീരുമാനങ്ങൾ അത് പെട്ടെന്നാണെങ്കിൽ ആലോചനയോടുകൂടി, വേണ്ടത്ര ആലോചനയോടുകൂടി എടുത്തില്ല എങ്കിൽ എടുത്തുചാട്ടം ചിലപ്പോൾ നമുക്കൊരു അപകടത്തിലേക്ക് നമ്മളെ എത്തിച്ചേക്കാം. അപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് മാനസിക സമ്മർദ്ദത്തിൽ നമ്മളെ ആക്കാം. മറ്റൊന്ന്, നമ്മൾ അമിതമായ വേഗതയിൽ വാഹനങ്ങൾ ആണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അത് അപകടത്തിന് കാരണമാകാം. അപ്പോൾ തിടുക്കം ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് തീരുമാനങ്ങൾ എടുക്കണം. അതേസമയം വേണ്ടത്ര ആലോചനയോടുകൂടി എടുക്കേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ ആലോചനയോടുകൂടി തന്നെ ആ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നല്ലത്. ഏതായാലും നമ്മുടെ ജീവിതത്തിൽ നിർണായക നിമിഷങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ വൈകരുത്. അതോടൊപ്പം തന്നെ ആലോചിച്ചെടുക്കേണ്ട സമയത്ത് ആലോചിച്ച് തന്നെ എടുക്കണം.